ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൈ ഫേക്ക് വൈഫ് എന്ന് പറയുന്ന ഒരു ചൈനീസ് ഡ്രാമയാണ് കേട്ടോ. ഡ്രാമയുടെ സ്റ്റാർട്ട് തന്നെ കാണിക്കുന്നത് നമ്മുടെ ഈ ഡ്രാമയിലെ നായകനാണ്. ഇവനാണെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞിട്ട് സർജറി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിൻ്റെ കാലാണെങ്കിൽ പാരലൈസ്ഡ് ആയി പോയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇവൻ്റെ അമ്മച്ചനൊക്കെ ആ ആക്സിഡൻറ്റിൽ മരിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു വിധി വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അവനും സാഡായിരിക്കുന്നുണ്ട്. പിന്നീട് ഒരു 6 വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹീറോയിൻ്റെ വീടാണ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ മാരേജ് നടക്കാൻ പോകുന്നു കേട്ടോ. ഈ സമയത്താണെങ്കിൽ ഇവളെ ഫോഴ്സ്ഫുള്ളിയാണ് മാരേജ് ചെയ്യിപ്പിക്കാൻ നോക്കുന്നത്. ഇത് ഇവളെ സിസ്റ്ററാണ്, അതുപോലെ തന്നെ അവളെ സ്റ്റേപ്പ് മദർ ഉണ്ട് കേട്ടോ. ഇവൾക്കാണെങ്കിൽ മാരേജിന് താല്പര്യമില്ല. ആക്ച്വലി നമ്മുടെ ഹീറോയിൻ്റെ സ്ഥാനത്ത് ഇവളെ സ്റ്റെപ്പ് സിസ്റ്റർ ആയിരിക്കും പോകണ്ടായിരിക്കുക. ഇവൾ പറയുന്നുണ്ട് ഞാൻ മാരേജ് ചെയ്യണോ ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനും പറയാണ് നമ്മുടെ ബിസിനസ് ഇപ്പോൾ കുറച്ച് ഡൗൺ ആണ്, അതുകൊണ്ട് തന്നെ മോൾ എന്തായാലും മാരേജ് ചെയ്തേ പറ്റുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിൻ മാരേജ് ചെയ്യുമ്പോൾ വേറെ ആരെയല്ല, നമ്മുടെ ഹീറോയിനാണ് കേട്ടോ. ഹീറോ എന്ന് വെച്ചാൽ നല്ല വെൽത്തി ഫാമിലിയാണ്, നല്ല ക്യാഷ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഈ സ്റ്റെപ്പ് സിസ്റ്റർക്കാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ മാരേജ് ചെയ്യാൻ താല്പര്യമില്ല. കാരണം ഓൾറെഡി അവന് കാലൊക്കെ പാരലൈസ്ഡ് ആണല്ലോ, നടക്കാൻ പറ്റില്ല. എന്നിട്ട് ഇവളാണെങ്കിൽ ഫോഴ്സ്ഫുള്ളി അവൻ്റെ അടുത്തേക്ക് വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ്റെ ഫാദർ ഉണ്ടല്ലോ, ഇവളെ അഡോപ്റ്റ് ചെയ്തായിരിക്കും കേട്ടോ. ഇവൾ ഒറിജിനൽ മോളൊന്നല്ല. എന്നിട്ട് ഇവള് പറയാണ് അവസാനമായിട്ട് ഞാൻ എൻ്റെ ഡാഡിക്ക് വേണ്ടിയിട്ട് ഇതും കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ കുളിക്കായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ പെട്ടെന്ന് കാല് സ്ലിപ്പായിട്ട് ഇവൾ ഹീറോയിൻ്റെ അടുത്തേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ ഇവനും അവളെ പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളം മൊത്തം തെറിച്ച് രണ്ടുപേരും പരസ്പരം ഫേസ് ടു ഫേസ് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നോക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ വേഗം പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ തീരെ ഇഷ്ടമായിട്ടില്ല. കാരണം ഇവനറിയാം ഇവൾ ക്യാഷിന് വേണ്ടി അവനെ മാരേജ് ചെയ്തെന്ന് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നീ വന്നിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവൻ്റെ ഡ്രസ്സ് അയക്കാൻ പോകുന്നുണ്ട്. ആ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവിടെ തട്ടി മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാവം ഹീറോയിൻ എന്നിട്ട് ഇവളെ കുരക്കിരി പിടിച്ചിട്ട് പറയാണ് നീ ആക്ച്വലി എന്നെ മാരേജ് ചെയ്ത് പണത്തിന് വേണ്ടല്ലേ എന്ന് പറയുന്നുണ്ട്. നിനക്കൊരു വൈഫിൻ്റെ സ്ഥാനം ഞാൻ തരില്ല എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഇവിടെ അടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയാണ് നിൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് ഈ താഴെ എന്ന് പറഞ്ഞിട്ട് ഇവൻ ചൂണ്ടി കാണിച്ചിട്ട് പറയാണ് നീ അവിടെ സ്ലീപ്പ് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിന് മോക്കി എന്ന് പറയുന്നുണ്ട്. അവൾക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. എന്നിട്ട് ഇവളാണെങ്കിൽ അവിടെ ഇരുന്ന് കരയാണ് കേട്ടോ. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെ മൈൻഡ് ചെയ്യണില്ല. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ വേറൊരുത്തിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറോൻ്റെ ബ്രദറാണ് കേട്ടോ. ഇവനാണെങ്കിൽ പറയാണ് എൻ്റെ പെണ്ണിനെ തന്നെ അവന് മാരേജ് ചെയ്ത് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാൻ കേട്ടോ. ഇവൻ്റെ വിചാരം ആക്ച്വലി മാരേജ് ചെയ്ത് നമ്മുടെ ഹീറോയിൻ്റെ സിസ്റ്ററാന്ന് വെച്ചിട്ടാണ് കേട്ടോ അവൻ പറയുന്നത്. പിന്നീട് നെക്സ്റ്റ് ഡേ മോർണിംഗ് വന്നിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് പറയാണ് എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡേറ്റ് എന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് ഇവൻ പറയാണ് അത് ജസ്റ്റ് ട്രയലായിരുന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നു കേട്ടോ. എനിക്കും പ്രാക്ടീസ് ആവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ബ്രദറിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇവനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഇവനാണെങ്കിൽ ആ വീൽ ചെയറിന് തട്ടിയിടുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. അവളുടെ അടുത്തേക്ക് നേരെ വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ പറയാണ് അതായത് നമ്മുടെ ഹീറോയിൻ സ്നേഹിച്ചത് നമ്മുടെ ഇവൻ്റെ ബ്രദറിനെന്ന് വെച്ചിട്ട് ഇവൻ പറയാണ് എൻ്റെ വീട്ടിൽ നിന്ന് കടന്നു പോകാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ നല്ല വിഷമൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് ഇവള് പുറത്തേക്ക് വരണ്ട് കേട്ടോ. എന്നിട്ട് പുറത്ത് വന്നിട്ട് ഇവളാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ. പിന്നീട് കുറേ ടൈം വൈകിട്ട് നൈറ്റ് ആവേണ്ടത്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഒരുത്തനായിട്ട് കുറച്ച് പേര് അടിക്കാൻ ഓടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ആ ചെക്കനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ കൈ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ്റെ മുഖത്ത് ഒരു മാസ്ക് വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് വേറെ ആരെല്ലാം നമ്മുടെ ഹീറോ തന്നെയാണ് കേട്ടോ. ഇവന് ആക്ച്വലി ഇവന് കാണുന്ന യാതൊരു പ്രോബ്ലം ഒന്നും കഴിഞ്ഞിട്ട് ഇവൻ മിണ്ടരുന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിന് ഇവനെ കാണുമ്പോൾ ചെറുതായിട്ട് ഇവളെ ഹസ്ബൻഡിൻ്റെ ഫേസൊക്കെ പോലെ തോന്നുന്നുണ്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കിസ് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കൈ തടയിട്ട് എന്നിട്ട് ഇവനും സോറി പറഞ്ഞിട്ട് എന്തെങ്കിലും ആവശ്യം ഇങ്ങനെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞിട്ട് ഇവൻ്റെ കാർഡ് കൊടുത്ത് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൻ്റെ റൂമിൽ വന്നിട്ട് ഇവൻ്റെ മാസ്ക് ഒക്കെ അയച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ ഇവൻ്റെ അസിസ്റ്റൻറ്റ് വരുന്നുണ്ട് കേട്ടോ. അസിസ്റ്റൻറ്റ് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവന് കൊടുക്കാൻ നമ്മുടെ ഹീറോയിൻ എന്ന് പറയുന്നത് അഡോപ്റ്റഡ് ഗേളൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ അസിസ്റ്റൻറ്റ് പറയുകയാണ് ഹീറോയിൻ ഇപ്പോൾ എൻജോയ് ചെയ്യാണ് പാർട്ടി ആയിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ബ്രദറൊക്കെ ആയിട്ടെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്തിനുണ്ട് നമ്മുടെ ഹീറോ ആലോചിക്കുന്നത് ഇവിടെ കിസ് ചെയ്യുമ്പോൾ സമയത്ത് ഇവളാണെങ്കിൽ കൈ വെച്ചിട്ടുണ്ടായിരിക്കില്ല കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവ ലൈറ്റായിട്ട് സ്മൈൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവന് നമ്മുടെ ഹീറോയിൻ്റെ മേലെ ചെറിയൊരു ഫീലിങ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് ചോദിക്കുന്നത് എന്താ സാർ ചിരിച്ചു നോക്കാം. അപ്പോൾ ഇവനും നത്തിങ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ അങ്കിളെ വീട്ടിൽ നമ്മുടെ ഹീറോയിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇവള് റൂമിൽ വരുന്ന സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിലല്ലോ ഇവിടെ നോക്കുന്നുണ്ട്. ഇവിടെ നോക്കുന്ന സമയത്ത് ഇവളെ മൈൻഡ് ചെയ്യാണ്ട് അവിടെ ഇരിക്കണം. എന്നിട്ട് നമ്മുടെ ഹീറോ പറയാണ് ഇനി നീ ആ സോഫയിലേക്ക് കിടന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾക്ക് പ്രമോഷൻ കിട്ടി. അതായത് താഴെ നിന്നും അവൾക്ക് സോഫയിലേക്ക് വന്നു പ്രമോഷൻ കിട്ടില്ല. അങ്ങനെ നമ്മുടെ ഹീറോ ഉറങ്ങുന്ന ടൈമിൽ ഇവനാണെങ്കിൽ ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിട്ട് ഇവൻ പിച്ചും പെയ്യും പറയാണ് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ എണീറ്റ് വന്ന് നോക്കുന്ന സമയത്ത് ഇവന് ചെറുതായിട്ട് ഫീവർ
ഫീവർ അടിക്കുന്നുണ്ട്. എന്നിട്ട് ഇവളെ കൈ പിടിച്ചിട്ട് പറയുകയാണ് എന്നെ വിട്ട് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കരയണ പോലൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇവന് അച്ഛനമ്മയെന്ന് വെച്ചിട്ടായിരിക്കും. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹീറോയിനും അവൻ്റെ അടുത്ത് കിടന്നുറങ്ങിയിട്ടുണ്ട്. ഹീറോ കാണുന്ന സമയത്ത് ഇവളെ കണ്ടിട്ട് ഇവളാണെങ്കിൽ പിടിച്ചൊരു ചവിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹീറോയിനാണെങ്കിൽ നിലത്ത് വീണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഇവന് മനസ്സിലായത് ചെയ്തത് ശരിയായില്ല എന്നിട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ് ഇന്നലെ നൈറ്റ് എനിക്ക് ഫീവർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഇവൻ്റെ കൈ ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് പറയാണ് നിൻ്റെ അസുഖം എന്തായാലും പെട്ടെന്ന് റിക്കവർ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഒരു മരുന്ന് കൊടുത്തിട്ട് പറയാണ് നിനക്ക് ഇൻസുലിനിയുടെ പ്രോബ്ലം ഉണ്ട്, അപ്പോൾ ഇത് നീ ഇതിൻ്റെ ബെഡിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഓക്കെ ആവും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവനും ഇവളിത് വർത്താനമൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇമ്പ്രസ്സായി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇവൻ ഗ്രാൻഡ് പേനെ കാണാൻ വരുന്നുണ്ട് കേട്ടോ. സമയത്ത് ഹീറോയിൻ ഉണ്ടായിരിക്കും. ഗ്രാൻഡ് പേക്കാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഭയങ്കര ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് നമ്മുടെ ഹീറോയിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ കറക്റ്റ് അവൻ്റെ ബ്രദറും അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിൻ്റെ സ്റ്റെപ്പ് മദറും ഫാദറൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അമ്മ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ വഴക്ക് പറയാൻ കേട്ടോ. എൻ്റെ മോളെ സ്ഥാനം തട്ടിയെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കേണ്ടത്. ആക്ച്വലി ഇവരൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഇവിടെ മാരേജ് ചെയ്യിപ്പിച്ചത്. ഇറ്റാണെങ്കിൽ ഇവരെ മുന്നിൽ നല്ല പിള്ള ചുമയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പറയുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ മോനെ നന്നായിട്ട് നീ കെയർ ചെയ്താൽ മതി പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനോട് സംസാരിക്കേണ്ടത്. അതേ സമയത്ത് തന്നെ ഗ്രാൻഡ് പേക്കാണെങ്കിൽ ബ്രദറിന് തീരെ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഇവനാണെങ്കിൽ എപ്പോഴും കുരുത്തക്കേട് ഒപ്പിക്കൊള്ളുന്നു പറഞ്ഞിട്ട് ഇവനെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ ഗ്രാൻഡ് പേക്ക് പെട്ടെന്ന് വയ്യാണ്ടാവുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൾക്ക് കുറച്ച് മെഡിക്കൽ സ്കിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പേനെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ പറയാണ് ഗ്രാൻഡ് ഹെൽത്തിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ ഉണ്ടല്ലോ ഇവരെല്ലാവരും നമ്മുടെ ഹീറോയിനെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനോട് ചോദിക്കുമ്പോൾ അവൻ പറയും ഞാൻ നിന്നെ ട്രസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തിട്ട് പറയാണ് ഗ്രാൻഡ് പാക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഫലിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് ഈ സ്റ്റേപ്പ് മദറും പറയാണ് ഇത് ലക്കിന് കിട്ടിയതാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോ പറഞ്ഞിട്ട് എൻ്റെ വൈഫിനെ ആരും വിളിച്ച് കഴിഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ സ്റ്റേപ്പ് മദർ വായി അടയ്ക്കുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റലാണെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് മാനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ് നിങ്ങൾ വേണം ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കി നടത്താമെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൻ ക്ലാസ്സിൽ വിടുന്നുണ്ട് കേട്ടോ. ഇവളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അന്നാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളോട് ക്ലാസ്സിൽ ബുക്കെന്ന് പറയുന്നത്. ആ സമയത്താണെങ്കിൽ വേറൊരു പയ്യനെ കാണിക്കുന്നുണ്ട്. ഇവൻ്റെ പേര് യോമെന്നാണ്. ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഇഷ്ടമാണ് കേട്ടോ. ഇവൻ വന്ന് ഹഗ് ചെയ്യുന്ന സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട് എന്നെ ഹഗ് ചെയ്യില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. എൻ്റെ മാരേജ് കഴിഞ്ഞ് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ യോം പറയുന്നുണ്ട് എനിക്കറിയാം നീ മാരേജ് ചെയ്ത് എൻ്റെ കസിനെന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിൻ്റെ കസിൻ ആയിരിക്കും. ആ സമയത്ത് പറയുന്നത് നീ എന്തിനാ അവനെ മാരേജ് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ കറക്റ്റാണെങ്കിൽ ഇവർ സംസാരിക്കുന്നത് വേറൊരു പിന്നെ നോട്ട് ചെയ്യേണ്ടത് ഇവൾക്കാണെങ്കിൽ നമ്മുടെ യോമിനെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് കേട്ടോ. എന്നിട്ട് ഇവർ യോമാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കൈ പിടിച്ചിട്ടായിരിക്കും സംസാരിക്കുന്നത്. ഇവൾ വന്നിട്ട് പറയുകയാണ് നീ ഇപ്പോഴും ഇവിടെ വിടാറായില്ലെന്ന് ചോദിക്കുന്നുണ്ട്. നീ മാരേജൊക്കെ കഴിഞ്ഞാൽ വുമണല്ലെന്ന് പറഞ്ഞിട്ട് ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പോകേണ്ട. ആ ടൈമിൽ നമ്മുടെ യോമോനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവ സംസാരിക്കുന്ന ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോ വരുന്നുണ്ട്. ഇവനിത് കണ്ട് ചെറുതായിട്ട് ജലസൊക്കെ ഫീൽ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ യോം പറയാണ് നീ എന്തിനാണ് ഇവിടെ ലൈഫ് ഇങ്ങനെ വേസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കല്യാണം കഴിക്കാണ്ടിരുന്നാൽ പോരെ, നീ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വീട് മാറില്ലെന്ന് പറഞ്ഞിട്ട് ഇവ സംസാരിക്കണം. ആ സമയത്ത് നമ്മുടെ ഹീറോയിനെ മറുപടി കൊടുക്കാണ്ട് അവളെ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് ഞാൻ ചെക്കനും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോയിൻ പഠിക്കുകയാണ്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇവളെടുത്ത് വന്നിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇവൻ പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഇവളും വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് കറക്റ്റ് നമ്മുടെ യോമാനെ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. കാരണം ഇവിടെ കുറേ ക്ലാസ്സൊക്കെ മിസ്സായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇവന് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ ഉണ്ടല്ലോ ഇവളെ വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് എടുത്തിട്ട് ഇവൻ അവിടെ ഇരുന്ന് വായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹീറോയിൻ നോട്ട് ചെയ്യുന്നുണ്ട്. ചെക്കൻ വായിച്ച് അവിടെ ഇരുന്ന് ഉറങ്ങി പോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവരെ നോക്കി നമ്മുടെ ഹീറോയിനും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഓഫീസിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഉണ്ടല്ലോ ഓഫീസിൽ എന്തൊരു പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസ്ഡായിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവർ തിരിച്ച് റിട്ടേൺ കാറിൽ വരുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കില്ല എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവൻ വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അവള്. അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ അവൻ്റെ ബ്രദറാണ് കേട്ടോ. ബ്രദറാണെങ്കിൽ കോൾ ചെയ്തിട്ട് എന്തോ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യം പറയുകയാണ്. ആ പ്രൊജക്റ്റ് എനിക്ക് വേണ്ടി തന്നെ വേണമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണം. അങ്ങനെ നമ്മുടെ ഹീറോനെ അടിക്കാൻ കുറച്ച് റവടികൾ ഏർപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോനാണെങ്കിൽ നമ്മുടെ ഹീറോയെ അവിടെ രക്ഷിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് ആണെങ്കിൽ പെട്ടെന്ന് പാനിക്കായിട്ട് ഇവനാണെങ്കിൽ തീരെ വയ്യേണ്ടാവുണ്ട്. അതിന് ഡോക്ടർ വന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നത് അവൻ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൻ്റെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഇവളാണെങ്കിൽ പുറത്തേക്ക് ഔട്ടിങ്ങിന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഒരു സൂം പോലെ എന്തോ സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അവിടെ മൃഗങ്ങൾക്ക് കാണുമ്പോൾ ഇവൾക്ക് ഭയങ്കര ഹാപ്പി ഉണ്ട്, ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ഒക്കെ ആവുന്നുണ്ട് കേട്ടോ.
അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ ബ്രദറിനാണ് കേട്ടോ. ഇവനാണെങ്കിൽ ഗ്രാൻഡ് പേര് എടുത്ത് വന്നിട്ട് പറയാണ്, അതായത് നമ്മുടെ ഹീറോൻ്റെ പൊസിഷൻ ഇവന് കിട്ടണം, അതിന് വേണ്ടി സംസാരിക്കണം. ഈ സമയത്ത് ഗ്രാൻഡ് പ പറയാണ്, നീ തലതെറിച്ചവനാണ്, നിനക്കൊരിക്കലും ആ ഒരു പൊസിഷൻ ഞാൻ തരില്ല എന്ന് പറയണ്ടോ ചെയർമാൻ്റെ. നിന്നെക്കുറിച്ചുള്ള കള്ളത്തരങ്ങൾക്ക് എനിക്കറിയാം, നീ ഇവിടുന്ന് കടന്നു പോകാൻ പണ്ട് ഗ്രാൻഡ് പ സംസാരിക്കേണ്ടത്. ഈ സമയത്താണെങ്കിൽ ചെക്കനെ ദേഷ്യം വന്നിട്ട് ഗ്രാൻഡ് പേനെ പിടിച്ച് തള്ളുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഗ്രാൻഡ് പ താഴേക്ക് വീണ്ടും ഈ ടൈമിൽ തന്നെ നമ്മുടെ ഗ്രാൻഡ് പേയുടെ തലേന്ന് കുറച്ച് ബ്ലഡൊക്കെ പോകുന്നുണ്ട്. ആ സമയത്ത് ഇവനാണെങ്കിൽ ഗ്രാൻഡ് പേടൊക്കെ സൈൻ വാങ്ങിയിട്ട് പറയുന്നത് നിങ്ങൾ മരിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഈ വിവരം പറഞ്ഞിട്ട് ഗ്രാൻഡ് പേനെ ഹോസ്പിറ്റലാക്കിണ്ടായിരിക്കും നേരെ അവർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെക്കനാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോനെ കണ്ടു കഴിഞ്ഞിട്ട് ഒടുക്കത്തെ ആക്ടിങ് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ, ഗ്രാൻഡ് പ എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഹീറോയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇത് ഡോക്ടർ വന്നിട്ട് പറയാണ് നമ്മുടെ ഗ്രാൻഡ് പേയുടെ കണ്ടീഷൻ കുറച്ച് ബാഡാണ്, അതായത് ഇപ്പോഴൊന്നും ആൾ റിക്കവർ ആവില്ല എന്നൊക്കെ പറയണ്ട, കോമ സ്റ്റേജിലേക്ക് പോകുന്നു പറയണ്ട. അത് കേൾക്കുമ്പോൾ ഈ ചെക്കന് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ കാറിൽ വരായിരിക്കും. ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളെ അമ്മയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ട് നമ്മുടെ ഹീറോ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഈ നമ്മുടെ ഹീറോയ്ക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അതിൽ നമ്മുടെ ഹീറോയിൻ്റെ അമ്മ കാർ ഓടിപ്പിച്ച് വന്നിട്ടായിരിക്കും നമ്മുടെ ഹീറോൻ്റെ അച്ഛനമ്മ മരിക്കും. കാരണം 2 കാറും കൂടി ക്ലാഷ് ആയിട്ടായിരിക്കും മരുന്ന് സംഭവിച്ചത്. ഇത് കേൾക്കുന്ന സമയത്ത് ഇവന് ദേഷ്യം വന്നിട്ട് പറയാണ്, കാറ് വിട്ട് പുറത്തിറങ്ങാൻ പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത്. ഇവൾക്കും എന്താ അത് മനസ്സിലാവണമെങ്കിൽ ഇവളും പാവം കാറ് വിട്ട് പുറത്തിറങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ടൈമിൽ നമ്മുടെ ഹീറോ പറയുന്നത് വണ്ടി എടുക്കുന്ന പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവനെ കുറേ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യണില്ല കേട്ടോ. ഇവനാണെങ്കിൽ കോൾ കട്ട് ചെയ്ത് വിടാണ് കേട്ടോ. ഇവളും പറയുകയാണെങ്കിൽ ഇവന് എന്ത് പറ്റിയെന്നാണ് അവൾ ചിന്തിക്കണത് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ യവൻ വരുന്നുണ്ട്. യവൻ വന്നിട്ട് ചോദിക്കണേ, നീ തന്നെ നെർവസ് ആയിരിക്കണേ ചോദിക്കേണ്ട. ആ സമയത്ത് ഇവളും പറയുന്നുണ്ട് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിന് ഇവിടെ ഫാദർ മീറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഫാദറും അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിൻ്റെ ബ്രദർ ഉണ്ടല്ലോ, അവർ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കും. നമ്മുടെ ഹീറോയിൻ്റെ അമ്മേനെ കൊല്ലാൻ കാരണം ഫാദറാന്നൊക്കെ അവൾക്ക് മനസ്സിലാവട്ടെ, ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്തത് ഇയാളാന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇതും കേട്ട് ഇവൾ ഷോക്കായിട്ട് പുറത്ത് വന്നിട്ട് ഇന്ന് കരയാണ് കേട്ടോ. അതായത് ആക്ച്വലി എൻ്റെ ഡാഡി തന്നെയാണോ എൻ്റെ അമ്മേനെ കൊന്നെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ അവിടെ ഇന്ന് കരയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ 3 കോൾ ചെയ്യുന്നുണ്ട്. 3 പറയുന്നത് നമ്മുടെ ഹീറോ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഹീറോ മാസ്ക് വെച്ചിട്ടായിരിക്കും ഇരിക്കേണ്ടായിരിക്കുക. എന്നിട്ട് ഇവിടെ 3 മീറ്റ് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. കാരണം ആ ടൈമിൽ നമ്മുടെ ഹീറോ അവളെ കിസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, എനിക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ. ഇവൾ വന്നിട്ട് പറയുകയാണ്, എനിക്കാണെങ്കിൽ സിംഗ് ഗ്രൂപ്പിൻ്റെ MD ആവണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മൂമൊക്കെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയണം, നീ എന്നെ അതിനെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയും ശരി ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരാണെങ്കിൽ കൈ കൊടുത്തിട്ട് ആ ഡീൽ ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിന് ഇവൾ മനസ്സിലായിട്ടില്ല ഇത് നമ്മുടെ ഹീറോ ആണെന്ന് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ നേരെ അവളെ വീട്ടിലേക്ക് വരുന്നത്. ആ സമയത്താണെങ്കിൽ അവളെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് നമ്മുടെ ഓഫീസിലെ MD ആവുമെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് സ്റ്റെപ്പ് സിസ്റ്ററിന് അത്രയ്ക്ക് ഇഷ്ടമാവില്ല. അപ്പോൾ നമ്മുടെ ഫാദർ പറയുന്നുണ്ട്, തൽക്കാലം നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇയാളൊന്ന് ഷോക്കാവുന്നുണ്ട്, നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാനിരിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും ആ ഒരു പൊസിഷൻ വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഫാദറിന് ഇതൊക്കെ കേട്ട് ഭയങ്കര ഷോക്ക് കിട്ടുക. കാരണം ഇവിടെ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ല, ഇവൾ ഇത്രയ്ക്ക് സ്മാർട്ടായി നിൽക്കുന്ന ആൾ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ സ്റ്റെപ്പ് ഫാദർ പറയുന്നുണ്ട്, അതൊരിക്കലും തരാൻ പറ്റില്ല, അതെൻ്റെ മോൾക്കുള്ളതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഇവിടെ സിസ്റ്റർക്ക് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഫാദറിൻ്റെ അടുത്ത് പറയേണ്ട ഹീറോയിൻ, എനിക്ക് ഒരു പൊസിഷൻ തരാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ ഗ്രൂപ്പും നമ്മുടെ ഗ്രൂപ്പും തമ്മിൽ കൊളാബ് ചെയ്ത് പ്രവർത്തിക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഇൻകം കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ സംസാരിക്കേണ്ട പ്രൊഫഷനെ കുറിച്ച്. അപ്പോൾ പ്രൊഫഷനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഡാഡി സമ്മതിക്കേണ്ട. ആ സമയത്ത് സ്റ്റെപ്പ് സിസ്റ്റർ പറയുകയാണ്, ഞാൻ ഇതൊരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫാദറും പറയുന്നുണ്ട്, മിണ്ടാണ്ട് അവൾ പറഞ്ഞത് ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളെ സ്ഥാനം കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളുടെ സ്റ്റുഡൻസ് തമ്മിലുള്ള ഒരു ചെറിയൊരു പാട്ട് നടക്കുന്ന അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹീറോയിനെ കണ്ടിട്ട് നമ്മുടെ ആണെങ്കിൽ ഓടി വരുന്നുണ്ട്. ഈ ടൈമിൽ ഈ പെണ്ണിന് ചെലസ് ഫീൽ ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ പെണ്ണ് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണ്, നിന്റെ ഓൾറെഡി മാരേജ് കഴിഞ്ഞിട്ടുണ്ട്, എന്നിട്ട് നിനക്ക് വേറെ ചെക്കന്മാരൊക്കെ സെഡ്യൂസ് ചെയ്യണം ചോദിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട്, ഞാൻ സെഡ്യൂസ് ചെയ്യുകയോ ചെയ്യാണ്ടിരിക്കുകയോ ചെയ്യും, അത് നീ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ വാൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ അവിടെ നിന്ന് പോകണ്ട. അപ്പോൾ ഈ അവൻ പറയുന്നത്, നിനക്ക് എന്തിൻ്റെ അസുഖം ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അവളെ ഇഷ്ടമാണ്, വെറുതെ ഞങ്ങളെ തമ്മിൽ ഡിസ്റ്റർബ് ആക്കാൻ വരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത് സംസാരിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ ഹീറോ റെസ്റ്റ് റൂമിലേക്ക് പോയിരിക്കും. ഈ ടൈമിൽ ഇവിടെ വന്നിട്ട് ഒരു അടി കൊടുത്തിട്ട് പറയാണ്, യോമ എൻ്റെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് ഒരു അടി കൊടുക്കാൻ പോകുന്ന സമയത്ത് ഹീറോയും കൈ പിടിച്ചിട്ട് പറയാണ്, ഇനി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് പോലും അറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി അഥവാ യോമ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ അവനെ തിരിച്ച് സ്നേഹിക്കുന്നു പറഞ്ഞിട്ട് ഇവള് ചുമ്മാ അവളെ വെല്ലുവിളിക്കുന്നുണ്ട്. അത് കേട്ട് ഈ പെണ്ണും ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. ഇവള് പറയുകയാണെങ്കിൽ നിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേസമയത്ത് തന്നെ നമ്മുടെ ഹീറോനെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോനെ കോളേജിട്ട് കിട്ടേണ്ട അടുക്കള. എന്നിട്ട് നമ്മുടെ അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട് അവളെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ
അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിനെ ലൊക്കേഷനിലൊന്നും പറയുന്നുണ്ട്. ആ സമയത്ത് ഈ പെണ്ണാണെങ്കിൽ ഉണ്ടല്ലോ ഇവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ ആകെ നാണം കിട്ടില്ല. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയും ചോദിക്കുമ്പോൾ നമ്മുടെ ഈ പെണ്ണാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് പറയണം അവൾക്കിട്ടൊരു പണി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കില്ലെന്ന് പറയുമ്പോൾ അവർ ഓക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ അതിലൊരു പെണ്ണ് വന്നു കഴിഞ്ഞിട്ട് ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നീ ഒന്ന് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഇവിടെയാണെങ്കിൽ റൂമിൽ അടിച്ചിരുന്നു കേട്ടോ. അവിടെയാണെങ്കിൽ മൊത്തം ഐസൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും, അവിടെ നല്ല തണവായിരിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ വാതിൽ തുറക്കാൻ പറയുന്നുണ്ട്, പക്ഷെ അവരാണെങ്കിൽ വാതിൽ തുറക്കണല്ലോ. ഈ സമയത്ത് ഇവളാണെങ്കിൽ കോൾ ചെയ്ത് നോക്കുന്നത് നമ്മുടെ ഹീറോയ്ക്ക്, പക്ഷേ ഹീറോയ്ക്ക് കോൾ കണക്ട് ആവാൻ റേഞ്ച് ഉണ്ടായിരിക്കില്ല കേട്ടോ. ഹീറോ അപ്പോഴേക്ക് ആ പ്ലേസിലേക്ക് വന്നിട്ടുണ്ടായിരിക്കുന്നുണ്ടോ. ജോമിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കേണ്ട ഹീറോയിനെ എവിടെയും ചോദിക്കേണ്ട. അപ്പോൾ അവൻ പറയുന്നത് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഉണ്ടല്ലോ ഇവൻ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്യാൻ പറയുന്നുണ്ട്, ഫൂട്ടേജ് കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഇവനെ മാസ്ക് എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ പ്ലേസിലേക്ക് വന്നിട്ട് അവളെ എടുത്ത് കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ആദ്യം ഒരു ഹോട്ടലിലേക്കാണ് വരുന്നത്. ഈ സമയത്ത് ഫസ്റ്റ് റൂം ചോക്കുന്ന സമയത്ത് ഈ പെണ്ണ് പറയുന്നുണ്ട് റൂം അവൈലബിൾ അല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലായിട്ട് മാനേജർ വന്നിട്ട് പറയുന്നത് ഇതാരെന്നറിയോ മൂവെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ആ പെണ്ണും ഷോക്കായിട്ട് കാർഡ് കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അസിസ്റ്റൻ്റ് അടുത്ത് പറയുന്നുണ്ട് ഇതിൻ്റെ പിന്നിലുള്ളത് ആരെന്ന് വെച്ചാൽ അവർക്ക് നല്ലത് തന്നെ കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അവൻ ഓക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ഈ പെണ്ണ് വന്നിട്ട് ചോദിക്കണം എന്തിനാ അവർക്ക് റൂം കൊടുത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ അസിസ്റ്റൻ്റ് വന്നു കഴിഞ്ഞിട്ട് പറയാണ് ആരോടാണ് നീ സംസാരിക്കുന്നത് അറിയാൻ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ ഈ പെണ്ണിൻ്റെ ഫാദർ വന്നിട്ട് കൊടുക്കൂട്ട് റെഡി കൊടുക്കുന്നുണ്ട്. സമയത്ത് ബോസ് പറയുന്നുണ്ട് മക്കളെ മര്യാദയ്ക്ക് രീതിയിൽ വളർത്തണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അസിസ്റ്റൻറ്റ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരുടെ ബിസിനസ് ഒക്കെ ക്യാൻസൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് കേട്ട് ഈ പെണ്ണിൻ്റെ ഫാദറും ബോധം കെട്ട് വീഴുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോണെ റൂമിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഡ്രസ്സൊക്കെ അയക്കുന്നുണ്ട്, അതുപോലെ അവൻ ഡ്രസ്സൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ. കാരണം അവൾക്ക് ചൂട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഒരുമിച്ച് കിടക്കുകയാണ്. അങ്ങനെ അവൾ കണ്ണു തോന്നുന്ന സമയത്ത് നമ്മുടെ ഹീറോ ആണ് കേട്ടോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞ് അവൾക്കൊന്ന് ആശ്വാസമാവുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നീ എൻ്റെ പെണ്ണെന്ന് പറയുന്നുണ്ട് കേട്ടോ, നിനക്ക് എന്തൊരു അബദ്ധം തോന്നാൻ ഞാൻ അപ്പോൾ വരുന്ന പറഞ്ഞിട്ട് ഇവ സംസാരിക്കുന്നുണ്ട്. ഐ ലവ് യു പറയുന്നുണ്ട്. അപ്പോൾ ഇവളും ഐ ലവ് യു ടു പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ക്ലോസ് ആവാണ് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഇവരാണെങ്കിൽ ഓഫീസിൽ വരാൻ സമയത്താണെങ്കിൽ നമ്മുടെ ഇവിടെ സിസ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ ഹീറോൻ്റെ ബ്രദർ ഉണ്ടായിരിക്കും കേട്ടോ. ഇവർ രണ്ടുപേരും വന്നിട്ട് പതിവ് പോലെ തന്നെ ഇവരെ കളിയാക്കാണ് കേട്ടോ. നമ്മുടെ സിസ്റ്റർ വന്നിട്ട് പറയുകയാണ് നിനക്ക് ഈ പാരലൈസ്ഡ് ആയുള്ള ആൾ കിട്ടി കഴിഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആൾ ഹെൽത്ത് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെ മുന്നിൽ വെച്ചിട്ട് ഇവൾക്കൊരു കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഡിസൈനിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പുതിയൊരാളെ നിയമിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ ഓഫീസിലേക്ക് ന്യൂ പ്രസിഡൻറ്റിന് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്തുണ്ടല്ലോ ആരാന്ന് ഇവർ ചോദിക്കുന്നുണ്ട്. അത് വേറെ ആരെയല്ല നമ്മുടെ ഹീറോയിനാണ് കേട്ടോ. നമ്മുടെ ഹീറോയിൻ്റെ പേര് പറയേണ്ട ആ സമയത്ത് എല്ലാവരും ക്ലാപ്പ് കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട് ഈ പെണ്ണ് ഒന്ന് ഷോക്കായിട്ട് പറയാണ് ഇത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഉണ്ടല്ലോ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകാൻ നിൽക്കുന്നുണ്ട്. ഇവള് വിചാരിച്ചത് ഈ ഒരു പൊസിഷൻ ഇവൾക്ക് കിട്ടുന്നതാണ്. പക്ഷെ നമ്മുടെ ഹീറോയിനായിരിക്കും ഹീറോ കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. പിന്നാലെ നമ്മുടെ ബ്രദറും പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൾ പ്ലേസിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്ര നാൾ ഈ പ്ലേസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവളെ സിസ്റ്റർ ആയിരിക്കും കേട്ടോ. എന്നിട്ട് അവളെ തിങ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് കളയാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇവള് വന്നു കഴിഞ്ഞിട്ട് പറയാണ് നീ ഇപ്പം എൻ്റെ ഒരു പൊസിഷനെ തട്ടിയെടുത്തെന്ന് പറയുന്നുണ്ട് കേട്ടോ. അധികം നാളെ നീ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെല്ലുവിളിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഒരു ഫാദർ വരുന്നുണ്ട് കേട്ടോ. ഫാദർ വന്നിട്ട് പറയാണ് നീ ഒന്ന് മിണ്ടാണ്ട് പോകാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് നിന്റെ സിസ്റ്ററാന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ പെണ്ണിനാണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പിച്ച് വിടുന്നുണ്ട്. ആ സമയത്ത് ഈ പെണ്ണ് അല്ലെങ്കിൽ നിങ്ങൾ അവളെ സെറ്റാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഫാദർ വന്നിട്ട് കൺഗ്രാസ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് അടുത്ത പെണ്ണ് നിങ്ങൾക്കുള്ളതെന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഈ പെണ്ണ് വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രദറിൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് പറയാണ് എനിക്ക് ചെയർമാൻ്റെ വൈഫാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവനും ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ക്ലോസ് ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൾ നല്ല ഹാർഡ് വർക്കൊക്കെ ചെയ്യണം. ഈ സമയത്ത് നമ്മുടെ ഹീറോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണെങ്കിൽ മതി എൻ്റെ വൈഫ് ഹാർഡ് വർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇവ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കേണ്ടത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു പ്ലേസിലേക്ക് വരാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനെ കാണുന്ന ടൈമിൽ അവിടെ ജോലി ചെയ്യേണ്ട അയാൾ പറയാണ് ഇത് നീയല്ലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിൻ്റെ അമ്മയുടെ പേര് പറയുന്നുണ്ട്. എന്നിട്ട് പറയണ അമ്മയുടെ പോലെ തന്നെ മോളെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ഹീറോയിൻ ചോദിക്കുന്നത് എൻ്റെ അമ്മനെ അറിയാൻ ചോദിക്കുമ്പോൾ ഇയാളും പറയുന്നുണ്ട് അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ്റെ അമ്മയ്ക്ക് മെൻറ്റലാന്ന് പറഞ്ഞ ഹോസ്പിറ്റലൊക്കെ ആക്കിണ്ടായിരിക്കും ഉള്ള ഫാദർ ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരു നേരത്ത് നമ്മുടെ അമ്മയാണെങ്കിൽ അവിടെ നിന്ന് ചാടിണ്ടായിരിക്കും. ആ സമയത്താണ് ആക്സിഡൻറ്റ് സംഭവിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് ഇവള് ഷോക്കായി കരയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത് എൻ്റെ അമ്മേനെ ആരാണ് ആക്സിഡൻ്റ് ആക്കിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഈ ബ്രദറിനെയാണ് കാണിക്കുന്നത് കേട്ടോ. ബ്രദറാണെങ്കിൽ ഉണ്ടല്ലോ അവിടെ കമ്പനിയിൽ മീറ്റിംഗ് ഒക്കെ കൂടി കഴിഞ്ഞിട്ട് ഇവനെ ചെയർമാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നടക്കണം. ആ സമയത്താണെങ്കിൽ കറക്റ്റ് നമ്മുടെ ഗ്രാൻഡ് പ വരുന്നുണ്ട് കേട്ടോ. ഗ്രാൻഡ് പേനെ കണ്ട് ഇവനൊന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. കാരണം ഇവനാണല്ലോ ഗ്രാൻഡ് പേനെ തട്ടിയിട്ടുണ്ടായിരിക്കുക. അങ്ങനെ ഗ്രാൻഡ് പ പറയുകയാണെങ്കിൽ നീ ഈ ഓഫീസിൽ നിന്ന് കടന്നു പോകാൻ പറയുന്നുണ്ട് കേട്ടോ. ഇനി നിനക്കൂടെ സ്ഥാനമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നതോട് കൂടി ആ ചെക്കൊന്ന് ഫ്ലാറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഇനി ഈ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് എൻ്റെ
മോന്, അതായത് നമ്മുടെ ഹീറോയിനാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെക്കനും എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രാൻഡ് പേരെ അടുത്ത് ഹീറോ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരിക്കും, ഗ്രാൻഡ് പോ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, ഓഫീസിലെല്ലാ കാര്യങ്ങളും നല്ല രീതിയിലൊക്കെ നോക്കാന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. ആ കാര്യങ്ങളൊക്കെയാണ് ഗ്രാൻഡ് പ പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ചെക്കനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഗ്രാൻഡ് പ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ്, മോളെ പോലെ ഒരു മോളെ കിട്ടിയതാണ് എനിക്ക് ആശ്വാസം എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഹീറോയിന് പറയുന്നത് നിൻ്റെ ഗുഡ് വൈഫാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണം. അങ്ങനെ ഒരു പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഈ ബ്രദറും ആ സിസ്റ്ററൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ സിസ്റ്റർക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് തീരെ സഹിക്കണമെന്നില്ല. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയേണ്ട, അവളച്ഛൻ എൻ്റെ മോളെ നല്ല രീതിയിൽ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോയിൻ ഞാൻ നല്ല രീതിയിൽ അവളെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രദറിന് നല്ല ദേഷ്യം വരുന്നുണ്ട്, ആ പെണ്ണിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവരാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് അതിന് ശേഷം കാണിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഹീറോയിനാണ് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിൻ അവർ രണ്ടുപേരും സംസാരിക്കുകയാണ്. അവർ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ വീട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് ആ പെണ്ണാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ്. എനിക്ക് നമ്മുടെ ഹീറോയിൻ്റെ വൈഫാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇവളൊരു പൊസിഷനായിരിക്കും നമ്മുടെ ഹീറോയിനെ ഇട്ടെടുത്തുണ്ടായിരിക്കുക. ആക്ച്വലി അവന് ഡിസബിൾഡ് ആയ കാരണമാണ് ഇവളാണ് ഹീറോയിനെ വിട്ടുണ്ടായിരിക്കുക. എനിക്ക് എന്തായാലും റിച്ച് മാൻ്റെ വൈഫാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ അമ്മയും അത് സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ബ്രദറിനാണ് കാണിക്കുന്നത് കേട്ടോ. ബ്രദറിനാണെങ്കിൽ ഇപ്പോൾ പോകാനൊരു പ്ലേസിലെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഓൾറെഡി വീട്ടിൽ നിന്നും കമ്പനിയിൽ നിന്നൊക്കെ പുറത്താക്കിയല്ലോ. എന്നിട്ട് ഇവനാണെങ്കിൽ പറയുകയാണെങ്കിൽ ഇതിനൊക്കെ ഞാൻ എന്തായാലും റീപ്പേ കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ വരുന്ന സമയത്ത് ആ പെണ്ണ് വരുന്നുണ്ടായിരിക്കും. എന്നിട്ട് ആ പെണ്ണിനെ പിടിച്ച് വെച്ചിട്ട് പറയുകയാണ് നമുക്ക് മാരേജ് ചെയ്യാന്ന് പറയണ്ട. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണ് പറയുകയാണ് എനിക്ക് നിന്നിപ്പോൾ മാരേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇവനൊന്ന് ഷോക്കാവുണ്ട്. ആ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോ വരുമ്പോൾ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഹീറോനെ മേലേക്ക് വേണ്ടിയിട്ട് പറയാണ് സോറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഡ്രിങ്ക്സ് കഴിച്ചു അതൊന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവളെ പിടിച്ചൊരു തട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ ചെക്കങ്ങനിട്ട് ചെക്കനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൻ പറയുകയാണ് ഈ എന്തപ്പോൾ അവനെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഈ പെണ്ണ് പറയുന്നുണ്ട് നിൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല, അതുകൊണ്ട് നിൻ്റെ ബ്രദറിനെ കെട്ടുന്നത് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് സംസാരിക്കേണ്ടത് കേട്ട് ഇവന് ഷോക്കാവുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവർ രണ്ടുപേരും എൻജോയ് നിൽക്കുകയാണ്. ഇത് കണ്ട് ഈ പെണ്ണിന് സഹിക്കണില്ല. ഇവള് പറയാണ് ഇന്നത്തെ കൂടി എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്. അതായത് ഇവളുടെ പ്ലേസിലേക്കാണ് ഹീറോയിൻ വന്നതെന്ന്. അപ്പോൾ ഈ പോസ്റ്റൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് എല്ലാവരും നമ്മുടെ ഹീറോയിനെ കുറിച്ച് മോശമായിട്ട് പെരുമാറുന്നുണ്ട്. ഹീറോയിൻ വന്നിട്ട് ഇവൾക്കിട്ട് ഒരു അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് നീയല്ലേ എന്നെ ഹീറോ ആയിട്ട് മാരേജ് ചെയ്യിപ്പിച്ചു, എന്നിട്ട് നീ എന്തിനെ പോസ്റ്റ് ഇടാൻ ചോദിക്കേണ്ടത്, ഹീറോൻ്റെ ഒറിജിനൽ വൈഫ് ഞാനാന്ന് പറഞ്ഞ് സംസാരിക്കണം കേട്ടോ. എല്ലാവരും കേട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇവള് പറയുന്നത്. ഇത് കേട്ട് ഈ പെണ്ണിന് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ അതിനെതിരെ പോസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ. എൻ്റെ വൈഫ് എന്ന് പറയുന്നത് മിയ എന്ന് പറയുന്നത് നമ്മുടെ ഹീറോയിൻ്റെ പേരാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇവർ പറയാണ് ഓ നമ്മുടെ ബോസിൻ്റെ വൈഫ് മിയ തന്നെയാണെന്നൊക്കെ പറഞ്ഞാൽ അവർ തമ്മിൽ നല്ല കപ്പിളെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ സിസ്റ്റർ ആണെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് പറയാണ് എനിക്ക് എന്തായാലും അവനെ മാരേജ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു കേട്ടോ ഫാദറിൻ്റെ അടുത്ത്. ഫാദർ നല്ല ചീത്തയൊക്കെ അവൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ബ്രദറാണെങ്കിൽ നമ്മുടെ ഫാദറിനെ വിളിച്ചിട്ട് പറയുകയാണ് എനിക്ക് കുറച്ച് ക്യാഷ് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ ആദ്യം തരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രദർ പറയുന്നത് തന്നില്ലെങ്കിൽ നിങ്ങളാണ് നമ്മുടെ ഹീറോയിൻ്റെ അമ്മേനെ കൊന്നത് ഞാൻ ഫ്ലാഷ് ആക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇവ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിസ്റ്ററെ വിളിച്ചു കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. നീയാന്ന് പറയുന്നത് ആക്ച്വലി അഡോപ്റ്റഡ് ഗേളല്ല എന്ന് പറയുന്നത് നിൻ്റെ സ്വന്തം സിസ്റ്ററാന്ന് പറയുന്നത് കേട്ടോ. ഇത് കേട്ട് ഈ പെണ്ണൊന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ വരണം. ഈ സമയത്താണെങ്കിൽ അവളെ ഫാദർ വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സിസ്റ്റർ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ വഴക്ക് പറയാൻ കേട്ടോ. എന്നിട്ട് ഇവിടെ ഉള്ള സത്യങ്ങളൊക്കെ പറയാണ് നീ എൻ്റെ അച്ഛൻ്റെ ഒറിജിനൽ മോളെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും കൂടി എന്നെ പറ്റിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഫാദറാണെങ്കിൽ ഒരു അടിവിളിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മണ്ടത്തരം പറയാണ്ട് പോകുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഇവളും പറയണത് ഞാൻ പറഞ്ഞത് സത്യമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ ഇവൻ്റെ പേര് ലിംഗ് എന്നാണ്. ലിംഗ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ഹീറോയിനൊന്ന് ഷോക്കാവണം. ചോദിക്കണ സത്യമാണ് ഞാൻ കേട്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സിസ്റ്റർ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ടൈമിലാണെങ്കിൽ വേറൊരാൾ വന്നിട്ട് പറയാണ് സത്യമാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിന് സാക്ഷി ഞാനാന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇയാളാണെങ്കിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇയാളെ കാണുന്ന സമയത്ത് ഫാദറിന് ഷോക്കാവുണ്ട്. ഇയാൾ വേറെ ആരല്ല നമ്മുടെ ഹീറോയിൻ്റെ അമ്മയ്ക്ക് ആക്സിഡൻറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കില്ലേ അതിൻ്റെ ഡ്രൈവറാണ് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ഇയാൾ എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട്. ഇവളാണെങ്കിൽ ചെവി പൊത്തുണ്ട് കേട്ടോ. എന്നിട്ട് ഇയാൾ വന്നിട്ട് പറയാം എൻ്റെ കുടുംബം നശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനാണെങ്കിൽ അവിടെ വെച്ച് കുത്തുണ്ട് കേട്ടോ. എന്നിട്ട് ഇയാളെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് ചെറുതായിട്ട് പരിക്കേറ്റുണ്ടായിരിക്കും കേട്ടോ തടയാൻ പോയ ടൈമിൽ. എന്നിട്ട് ഈ സ്റ്റെപ്പ് മദറാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് അച്ഛനെ ഒന്ന് കാണാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ഹീറോയിനാണെങ്കിൽ കാണാൻ പോകുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ഫാദർ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സോറി പറയുന്നുണ്ട് കേട്ടോ. എല്ലാத்தைയും ചെയ്ത തെറ്റിനും സോറി എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി എൻ്റെ മോളൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹീറോയിൻ്റെ അമ്മയുടെ സ്വത്തുക്കൾ തട്ടുക്കാൻ വേണ്ടായിരിക്കും ഹീറോയിൻ്റെ അമ്മേനെ കൊന്നുണ്ടായിരിക്കും കേട്ടോ. ആൾക്ക് മെൻറ്റൊന്നും ഉണ്ടായിരിക്കും. എന്നിട്ട് പറയുകയാണ് എൻ്റെ സ്വത്തുക്കളുടെ അവകാശമൊക്കെ നീയും അതുപോലെ നിൻ്റെ സിസ്റ്ററാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൾക്ക്
ഇവൾക്കാണെങ്കിൽ അതിന് ഇതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, പ്രൂഫ് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ആണെങ്കിൽ ഇവൾക്ക് കേട്ടിട്ട് സഹിക്കണില്ല. എന്നിട്ട് ഇവളെയും നമ്മുടെ ഫാദർ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, നിങ്ങൾ രണ്ടുപേരും സിസ്റ്റേഴ്സാണ്, നിങ്ങൾ ഒരുത്തിക്ക് ഒരുത്തി ഹെൽപ്പ് ആവണം, നിങ്ങൾ തല്ല് ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനമായിട്ട് എന്നെ ഡാഡിനെ വിളിക്കാൻ പറഞ്ഞിട്ട് ഈ സമയത്ത് ഹീറോയിൻ വിളിക്കണില്ല, അങ്ങനെ അയാൾ മരിക്കാണ് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹീറോനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഇവള് വന്നിട്ടുണ്ടായിരിക്കും, ഹീറോയിൻ്റെ സിസ്റ്റർ. ഇവള് മൂന്ന് മീറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഇവൾക്കറിയില്ല നമ്മുടെ ഹീറോ ഒരാളാണെന്നിട്ട്. എന്നിട്ട് പറയുന്നത് നമ്മുടെ ഹീറോയിനിട്ട് എന്തോ ഒരു പണി കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവനും ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു സൂപ്പ് കൊടുക്കുന്നുണ്ട്, ചിക്കൻ സൂപ്പാണ് കേട്ടോ. അതിൽ എന്തോ പൊടി കലർത്തിയിട്ടുണ്ട് കേട്ടോ. ഇവളോട് കഴിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ അത് കഴിച്ചിട്ട് ഇവളാണെങ്കിൽ ബോധം കിട്ടി വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ പെണ്ണ് വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പൊക്കി നമ്മുടെ മൂവിൻ്റെ റൂമിൽ കൊണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ മൂവ് ഉണ്ടല്ലോ, ഹീറോയിൻ കണ്ണുറക്കുന്ന സമയത്ത് എന്നിട്ട് ചോക്കി നീയാണോ ചോക്കിൻ്റെ. അങ്ങനെ ഇവനാണെങ്കിൽ ഇവിടുത്തെ മിസ്ബിഹേവ് ചെയ്യേണ്ടത്. അതൊക്കെയാണെങ്കിൽ ഇവള് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഫോട്ടോ എടുക്കുന്നത് വേറെ ഒന്നല്ല, നമ്മുടെ ഹീറോനെ കാണിക്കാൻ കേട്ടോ. ഇതൊക്കെ ഇവർ പ്ലാൻ ചെയ്ത് റെഡി ആക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ഈ പെണ്ണാണെങ്കിൽ നേരെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ സമയത്ത് ഇവനാണെങ്കിൽ ഇവിടെ അടുത്ത് പറയാണ്, നീ പറഞ്ഞ സത്യമാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടും പറയുന്നത് സത്യമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ എന്നെ മാരേജ് അവളെ ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒറിജിനൽ വൈഫ് ഞാനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. കാരണം ഇവളുടെ പേരൊക്കെ ആയിരിക്കും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അതാണ് ഇവള് പറയണത്. എന്നിട്ട് ഇവളാണെങ്കിലോ അങ്ങനെ പറഞ്ഞല്ലോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ, എൻ്റെ ഭാഗത്ത് ഒരു തെറ്റില്ലാന്ന്. അപ്പം നമ്മുടെ ഹീറോ പറയണത് നിന്നെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവരുടെ ജസ്റ്റ് ഒരു ആക്ടിങ് ആണ് കേട്ടോ, അതായത് ഇവരെ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ സിസ്റ്റർ വന്നിട്ട് പറയാണ്, നീ പൊക്കൊന്ന് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ഇനി ഇവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് സംസാരിക്കണം. അങ്ങനെ നമ്മുടെ ഹീറോയിനെ അവിടെ നിന്ന് കരഞ്ഞു പോകൊണ്ട് നമ്മുടെ ഹീറോ അത് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ഇവളുടെ ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ആണെങ്കിൽ ഇതൊക്കെ കാരണം വന്നിട്ട് ഇവനിട്ട് ഒരു പെട കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ അവളെ ചതിച്ചില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ, നിനക്ക് വേണ്ടെങ്കിൽ അവളെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, നീ അവളെ എടുത്തോ, എനിക്ക് അവളെ വേണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവൻ ഒന്നും കൂടി കൊടുത്തിട്ട് പറയാണ്, നീയൊക്കെ ഒരു ചീപ്പ് ക്യാരക്ടറാന്ന് പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണിനോട് പറയാണ്, ഞാൻ നിന്നെ മാരേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൻ എന്തോ ഒരു കാര്യം അവളെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളും അതിന് ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഈ ബ്രദറിനെയാണ് കേട്ടോ. ബ്രദറാണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, നമ്മുടെ സിസ്റ്റർ ആണെങ്കിൽ നമ്മുടെ ഹീറോനെ മാരേജ് ചെയ്യാൻ പോകുന്നിട്ടാ. ഇതൊക്കെ കേട്ട് ഇവനാണെങ്കിൽ നല്ല കലിപ്പുണ്ട്. കാരണം ഇവൻ ആക്ച്വലി അവളെ റിയൽ ആയിട്ടായിരിക്കും സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം കേട്ടോ. പക്ഷെ ആ പെണ്ണാണെങ്കിൽ സ്വത്ത് കണ്ടിട്ടായിരിക്കും ഇവൻ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം. എന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കുള്ളതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ബ്രദറാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതായത് ബ്രദറിന് ആ ചെയർമാൻ പോസ്റ്റ് കിട്ടില്ല എന്ന് വെച്ചിട്ടാണ് ഇവളാണെങ്കിൽ ഇപ്പം നമ്മുടെ ഹീറോനെ പിടിച്ചിട്ടുണ്ടായിരിക്കുക കേട്ടോ. കാരണം ആ ഒരു പോസ്റ്റ് നമ്മുടെ ഹീറോയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. അതാണ് നമ്മുടെ ബ്രദർ പറയണത് കേട്ടോ. എന്നെ നീ ഇത്ര നാളൊന്നും ചീറ്റ് ചെയ്യായിരുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇവൻ അവളെ സിൻസിയറായിട്ട് സ്നേഹിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഇവളാണെങ്കിൽ ഇവന് സ്വത്തിന് വേണ്ടിയിട്ടായിരിക്കും സ്നേഹിച്ചിട്ടുണ്ടായിരിക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ ഹീറോയ്ക്ക് സ്വത്ത് കിട്ടിയ കാരണം തന്നെ അവള് ഇപ്പം നമ്മുടെ ഹീറോനെ മാരേജ് ചെയ്യാൻ പോവാണ് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത് കേട്ടോ. ഇവളുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ സിസ്റ്റർ ആണെങ്കിലോ അവളുടെ മാരേജിന് ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കേണ്ടിട്ട് എന്നിട്ട് പറയണം നീ വരണം എന്ന് പറയണേ. ഈ സമയത്ത് ഇവളും ഭയങ്കരമായിട്ട് സാഡായിട്ട് ഇരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട്. അവൾ പോയി കഴിയുമ്പോഴല്ലോ ഇവൾ ലേറ്റ് ആയിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബ്രദർ വന്നിട്ട് ഈ പെണ്ണിനെ അടുത്ത് വന്നിട്ട് പറയാണ്, നീ എന്നെ ചീറ്റ് ചെയ്തല്ലോ എന്ന് പറയണ്ട. അപ്പോൾ ഈ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിൽ പെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ ബ്രദറിൻ്റെ കയ്യിൽ എന്തോ ഒരു പെൻ ഡ്രൈവർ ഉണ്ട്, അതെടുത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അവൾ അതിന് വേണ്ടിയിട്ട് ഇവൻ്റെ അടുത്ത് ക്ലോസ് ആവേണ്ടായിരുന്നു. എന്നിട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ആ പെൻ ഡ്രൈവർ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി അത് അവൾക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇവളാണെങ്കിൽ ആ പെൻ ഡ്രൈവർ എടുത്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ഈ സമയത്ത് ഇവനാണെങ്കിൽ കുളിച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഇവളെ കാണില്ല. അപ്പോൾ ഇവളിങ്ങനെ മെസ്സാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും കാണുമ്പോൾ ഇവന് മനസ്സിലാണ് ഇവൾ വീണ്ടും ചീറ്റ് ചെയ്തെന്ന് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ ആ പെൻ ഡ്രൈവർ കൊടുത്ത് പറയാണ്, ഇനി നമുക്ക് മാരേജ് ചെയ്യുന്ന പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയണ്ടേ ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഗെയിം ഇപ്പോൾ ഓവറായെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവള് ഗെയിമൊന്നും ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഹീറോയും വരുന്നുണ്ട്. ഹീറോ പറയുന്നുണ്ട് എൻ്റെ വൈഫ് ഇവൾ തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഒരിക്കലും വിട്ടുകളയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ കേൾക്കുന്ന സമയത്ത് ഇവൾക്ക് നല്ല ഷോക്ക് ആവേണ്ടി. എന്നിട്ട് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ആക്ച്വലി മൂന്ന് പറയണതും അതുപോലെ തന്നെ നമ്മുടെ ലിംഗ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, നമ്മുടെ ഹീറോ തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഹീറോയിന് ഓൾറെഡി മുന്നേ തന്നെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഹീറോ മൂവാണെന്ന്. ഇത് കേൾക്കുന്ന സമയത്ത് ഇവള് വിശ്വസിക്കില്ല. അപ്പോൾ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ആ മാസ്ക് കൊണ്ട് കൊടുക്കണം. എന്നിട്ട് ഇവള് പറയുന്നത് ഇതൊക്കെ ജോക്കാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ സോറി പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് സോറി എന്നോട് പറയണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഈ പെണ്ണിനാണെങ്കിൽ മെൻ്റലായിട്ടുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ലിംഗാണെങ്കിൽ വന്നത് കാണുന്നുണ്ട് കേട്ടോ. ഇവനിത് കണ്ടു കഴിഞ്ഞിട്ട് ഇവനും ഭയങ്കര വിഷമമൊക്കെയാണ്. എന്നിട്ട് ഇവൻ പറയുകയാണ് ഇവർക്കിട്ട് എന്തായാലും പണി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കിഡ്നാപ്പായി വരാൻ കേട്ടോ. അങ്ങനെ കിഡ്നാപ്പായി വരുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളുടെ സ്റ്റാഫ് വന്നിട്ട് പറയാണ് നമ്മുടെ ലിംഗ് വന്നിട്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ റവടികളും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ ഹീറോ പറഞ്ഞിട്ട് ഹീറോ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് പറയാണ് നിങ്ങൾ കാരണമാണ് എനിക്ക് എൻ്റെ പെണ്ണിനെ നഷ്ടപ്പെട്ടത്, അതുപോലെ എൻ്റെ പൊസിഷൻ നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിങ്ങനെ ഒരാൾ ജീവനോട് ഇരിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ എണീറ്റിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇവൻ പറയുകയാണ് നീ ശരിക്കും പ്രിൻ്റഡ്
ആയിരുന്നില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ കാലിനൊന്നും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടുത്തെ റൗഡിയുടെ അടുത്ത് പറയുന്നത് നമ്മുടെ ഹീറോൻ്റെ കാല് തല്ലുപിടിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹീറോക്കിട്ട് റെഡി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞു. ആ സമയത്താണ് ഇവൻ കാറിൽ ബോംബൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്നിട്ട് പറയാണ് മരിക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് പിടിച്ച് കെട്ടാൻ നോക്കണ്ട. ആ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ തട്ടിട്ടിട്ട് ഈ ചെക്കനെയും കൊണ്ട് കാർ എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവള് കരയുണ്ട്. അങ്ങനെ ഫ്ലാഷ് ബാക്ക് കാണിക്കാൻ കേട്ടോ. നമ്മുടെ ഹീറോയും ഫസ്റ്റ് മീറ്റ് ചെയ്തതും അതുപോലെ തന്നെ അവന് ഫീവർ വന്നതും പിന്നെ അവളെ രക്ഷിച്ചതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൾ ഓർക്കണം. എന്നിട്ട് ഇവളാണെങ്കിൽ അവിടെ ഇരുന്ന് കരയാണ് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ പോവാണ്. ഈ സമയത്താണെങ്കിൽ ബോംബ് പൊട്ടാൻ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെക്കൻ പറയുന്നുണ്ട് നിർത്തുന്നു പറയുന്നുണ്ട്. നിനക്കത് ഭ്രാന്തായും ചോദിക്കുന്നുണ്ട്. അത് ഇവ നിർത്താണോ ഇവൻ പറയണം അന്ന് ശരി നമുക്ക് രണ്ടുപേർക്കും മരിക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആ സീൻ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണ് കേട്ടോ. അവൾക്കാണെങ്കിൽ തീരെ വയ്യ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ അവൾ അങ്കിൾ വന്നിട്ട് പറയണ മോളെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹീറോയിൻ ചോദിക്കുന്നുണ്ട് ഹീറോ വന്നോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ യോ വരുന്നുണ്ട്. എന്നിട്ട് പറയാണ് നീ ഇങ്ങനെ ഫുഡ് കഴിക്കാണ്ടിരിക്കില്ല, നിന്റെ ബോഡി വീക്കാണ്, നീ ഓൾറെഡി പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവള് പറയുന്നുണ്ട് പ്രഗ്നൻ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ അതേന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ ഉണ്ടല്ലോ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. പ്രഗ്നൻസി കിറ്റ് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ ഇത് പോസിറ്റീവാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ഹീറോയിന് ഹാപ്പിയാണ്. എന്നിട്ട് പറയാണ് എൻ്റെ ഹസ്ബൻഡ് ഇപ്പം എൻ്റെ കൂടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇവള് സാഡ് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിൻ പ്രസവിച്ചിട്ടുണ്ട്. 1 വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. കുട്ടീനെയും കൊണ്ട് നമ്മുടെ ഹീറോയിൻ ഫസ്റ്റ് വന്ന പ്ലേസിലേക്ക് വരാനുണ്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോ ഇടയ്ക്ക് വരുന്നതായിട്ട് ഇവൾക്ക് തോന്നുന്നുണ്ട്. ഹീറോ വന്ന് അതിൻ്റെ കുട്ടീനെ കൊഞ്ചിച്ചിട്ട് പറയാണ് മോനെ ഡാഡി വന്നെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇവൾക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവനെ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മുടെ ഹീറോയിൻ കണ്ടത് ഇതൊരു സ്വപ്നമായിരുന്നു കേട്ടോ. നമ്മുടെ ഹീറോ വന്നിട്ടില്ല, അവൻ ഓൾറെഡി മരിച്ചെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു എൻഡിങ് കാണിച്ചിട്ടാണ് നമ്മുടെ ഈ ഡ്രാമ എൻഡ് ആവണത് കേട്ടോ. എൻഡിങ് അത്ര പെർഫെക്റ്റ് ആയില്ലെന്ന് തോന്നുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.